ബിഗ് ബോസ് സീസൺ 6 മലയാളം ഇനിയൊന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന ഷോയുടെ ആർക്കും കിട്ടാത്ത ഏറ്റവും വലിയ അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതെ, രതീഷ് 7 ദിവസം കൊണ്ട് ബിഗ് ബോസിൻ്റെ അമ്മാനമാടിയ കണ്ടൻറ്റുകൾ കൊണ്ട് കളം നിറഞ്ഞ രതീഷ് തിരിച്ചു വരാൻ പോകുന്നു. ഈ വീക്ക് വൈൽഡ് കാർഡായിട്ട് തിരിച്ചു വരാൻ പോകുന്നു. കൂടെ മറ്റൊരു വൈൽഡ് കാർഡും ഉണ്ടാകുമെന്നാണ് ഇപ്പം ചാത്തന്മാർ എനിക്ക് ചോർത്തി തന്നിരിക്കുന്ന ന്യൂസ്. ഇത് വളരെ പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയാണ്. ഒരു ചാനലിൽ ഈ ന്യൂസ് കിട്ടാനുള്ളൊരു സാധ്യതയില്ല. നമ്മുടെ ചാത്തന്മാർ സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് കണ്ടുപിടിച്ച ഒരു ന്യൂസാണിത്. അപ്പം ഈ വീക്ക് പുള്ളി എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ തിരിച്ചു കയറും. അത് ഒരു 90% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇനി കാണാൻ പോകുന്നത് രതീഷ് 2.0യുടെ മൈൻഡ് ഗെയിം ആയിരിക്കും. തൻ്റെ തെറ്റുകളൊക്കെ തിരുത്തി പുതിയൊരു ഗെയിം കളിക്കാനുള്ള എല്ലാവിധ സാധ്യതയും ഉണ്ടാവും. കൂടെ തന്നെ ജിൻഡോയ്ക്കൊരു സപ്പോർട്ടും കൂടെ ആയിട്ട് പുള്ളി വരാനാണ് സാധ്യത. കളി പുറത്തുനിന്ന് കണ്ടിട്ട് വന്ന രതീഷിന് ഇനി കളി ഭയങ്കര എളുപ്പമായിരിക്കും. ആരെയൊക്കെ ട്രിഗർ ചെയ്യണമെന്നും ആരോടൊക്കെ സൗഹൃദം കൂടണമെന്നൊക്കെ ഇനി പുള്ളിക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ വീക്കിൽ 2 പേർ ഔട്ടായതും കഴിഞ്ഞ വീക്കിൽ ഒരാൾ ഔട്ടായതും കൂടെ റോക്കിയും പോകുന്നുണ്ട്. ഈ വീക്ക് കൺഫേം ആയിട്ടും ഒരു വൈൽഡ് കാർഡുണ്ട്. ആ വൈൽഡ് കാർഡിൽ ഒരാൾ രതീഷ് ആയിരിക്കുമെന്ന് എനിക്ക് 100% പറയാൻ പറ്റും. കാരണം അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് ബിഗ് ബോസിൻ്റെ ഒഫീഷ്യൽ ലീക്കിലെ ചാത്തന്മാർ കൊണ്ടുവന്ന ന്യൂസായിട്ട് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ രതീഷ് തിരിച്ചു വരുന്നതോടുകൂടി ബിഗ് ബോസിൽ റോക്കിയുടെ ഒഴിവ് നികത്താൻ രതീഷിനാകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്നാലും പുള്ളി ഫസ്റ്റ് വീക്ക് എവിക്റ്റ് ആയതൊരു എനിക്കത്ര കൺവിൻസിങ് ആയിട്ടൊരു വിഷയമായിട്ട് തോന്നിയില്ലായിരുന്നു. പക്ഷേ പുള്ളി തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നു. പുള്ളി ഈ കളി മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും ബിഗ് ബോസ് പുള്ളിയെ പുറത്താക്കിയതെന്നാണ് എനിക്ക് ഇപ്പം തോന്നുന്നത്. അപ്പോൾ പുള്ളി എന്നാലും തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ളത് 100% ഷുഗറാണ്. അപ്പം നമുക്കിനി രതീഷ് 2.0യുടെ വിളയാട്ടം ബിഗ് ബോസ് ഹൗസിൽ കാണാൻ സാധിക്കുന്നതാണ്. ഈ ന്യൂസ് ആദ്യമായിട്ട് നിങ്ങളിൽ എത്തിക്കാൻ സാധിച്ചതിന് ഫ്രീ മീഡിയ കേരള എന്ന എൻ്റെ ഈ ചെറിയ ചാനലിന് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഇത് 90% കൺഫേം ആയിട്ടൊരു ന്യൂസാണ്. ഇനി ഇതിൻ്റെ സത്യാവസ്ഥയും ബാക്കി കാര്യങ്ങളുമൊക്കെ അറിയണമെങ്കിൽ ഇനി ഈ വീക്കിലെ എപ്പിസോഡ് നിങ്ങൾ കാണണം, അല്ലെങ്കിൽ ഈ വീക്കെൻഡ് എപ്പിസോഡ് കാണേണ്ടി വരും. അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലൊരു 90% വൈൽഡ് കാർഡായിട്ട് പുള്ളി തിരിച്ചു വരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. മല്ലയ്ക്ക് കൂട്ടായിട്ട് രതീഷെണ്ണം തിരിച്ചു വരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇനി ജിൻഡോ രതീഷ് കോംബോയാണ് നമ്മുടെ മുന്നിൽ കാണാൻ പോകുന്നതെന്ന് നിസ്സംശയം പറയാം. ഗ്രൂപ്പിലുള്ളവരെല്ലാം ഇത് വളരെ ആശ്ചര്യപ്പെടുത്താനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. കൂടാതെ തന്നെ റോക്കിയോട് സിജോ ക്ഷമിക്കുകയാണെങ്കിൽ റോക്കിയും കാണും, രതീഷണ്ണനും കാണും. കണ്ടൻറ്റുകളുടെ പോരാട്ടമായിരിക്കും ഇനി. ബാക്കി കൂടുതൽ അപ്ഡേറ്റുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.